ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ ചട്ടികൾ, ചെടിച്ചട്ടികൾ. ഇപ്പം ഈ തണുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമതും ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് വളരേണ്ട സമയം ഇനി വരുന്നേ. അപ്പോൾ ചെടികൾക്കെല്ലാം ഇനി രണ്ടാമത് ഒന്നും കൂടി കുറച്ച് പരിചരണങ്ങളൊക്കെ കൊടുക്കണം, എന്നാലും നല്ലോണം നന്നാവും. ഇതിപ്പോൾ എന്നാൽ ഭയങ്കര ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ച ചെടി അങ്ങനെയൊന്നുമല്ല, പക്ഷെ വാങ്ങിയതെല്ലാം ചെമ്പരത്തി ആയാലും നമ്മൾ നാട്ടിലെ പോലെ കൊമ്പ് കൊണ്ടുവന്ന് നട്ടത് അങ്ങനെയൊന്നുമല്ല, വാങ്ങിയ ചെമ്പരത്തി തന്നെയാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതിനൊരു 10-50 മൊട്ട് വന്ന് നിറച്ചും പൂട്ടതാണ്. അന്നേരം താഴെയായിരുന്നു, മുഴുവന് പശു വന്ന് തിന്ന് കുറ്റിയാക്കി. എന്നിട്ട് അതിന് രണ്ടാമത് ഇതുപോലെ വളർത്തിയെടുത്തതാണ്. ഈ മണി പ്ലാന്റ് ഞാനിങ്ങനെ കുറ്റിയായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് വളരുന്നുണ്ട്, ഇതിന് കട്ട് ചെയ്ത് ശരിയാക്കണം. പിന്നെ കറിവേപ്പില 2 കറിവേപ്പില, രണ്ടും ഒന്നിച്ച് ഒരേ വലിപ്പമുള്ള കറിവേപ്പില മേടിച്ചതാണ്. ഇതാ ഇതും എന്നിട്ട് ഇതിപ്പോൾ ഇത്ര വലുതായി, ഒരേ പ്രായക്കാരാണ്. ഇത് ഇത്രയും വലുതായി. ഇത് ഇങ്ങനെ തന്നെയുണ്ട്, ഇത് ഇങ്ങനെയല്ല ഉണ്ടായിനി. ഇതൊരു ഇത്ര ഇല്ല തയ്യ ഉണ്ടായിന് കേട്ടോ. എന്നിട്ട് അതിന് ഞാനൊരു സ്പെഷ്യൽ വളം കൊടുത്തിട്ട് നന്നാക്കി എടുത്തതാണ്. അത് ഒരു ഹൈമവതി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഹൈമവതി കൃഷി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞു, നിങ്ങൾ ഈ വളം എന്നല്ല ഒരു മരുന്ന്, ഇത് ഉപയോഗിച്ചാൽ വീട്ടിലുണ്ടാക്കുന്നത് ജൈവ മരുന്നാണ്. ഇത് ഉപയോഗിച്ചാൽ പിന്നെ ചെടികൾ റോക്കറ്റ് പോലെ വളരുന്നതാണ് അവരെ ഹെഡിങ്. അപ്പോൾ ഞാൻ ആ ഹെഡിങ് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേങ്കിൽ അത് ചിരിക്കാനൊന്നുമില്ല, അത് സത്യമാണ്. ഞാൻ എൻ്റെ അത് ഒരു പ്രാവശ്യം ചെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ഇത്രയും ഉഷാറായ. ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ മുരടിച്ച് കിടന്നതാണ്. ഇങ്ങനെ മുരടിച്ചിട്ട് ഇങ്ങനെ കിടക്കൂലേ, ആടുന്ന് 3 അതൾ വന്നിട്ട് ഇതുപോലെ ആയതാണ്. അപ്പോൾ കൃഷിൻ്റെ ജൈവ വളം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൃഷി ഇഷ്ടമില്ലവർക്കെല്ലാം ആ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നല്ല കൃഷിക്കാരിയാകാൻ. ഞാനിതിൽ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ട് ഞാനങ്ങനെ കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു പച്ചപ്പിന് വേണ്ടി. ഇത് മണി പ്ലാന്റ് ഇതിൽ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ടാണെന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കാണുന്നു. പക്ഷെ നിറച്ചു മണി പ്ലാന്റ് ഇവിടെ ഇങ്ങനെ നിറച്ചിട്ടേ മുകളിലോട്ടേക്ക് കയറ് കെട്ടി ഇങ്ങനെ വിട്ടിരിക്കുക. ഇത് പനിക്കൂർക്കില, നമ്മൾ ചായ വെക്കുമ്പോൾ അതിലിട്ടാൽ ജലദോഷം തണുപ്പ് പിടിക്കുന്നതിനെല്ലാം നല്ലതാണ്. ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. നല്ല ചെടിയാന്ന് പൂവാന്നെല്ലാം പറഞ്ഞിട്ട് തന്നതാണ്, നട്ടപാടാണ്. ഇത് വളർന്ന് ചെടിയും ഇലപ്പൂവെല്ലാം വന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പുതിന എന്നാണെന്നറിയില്ല, പുതിനൊക്കെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഇനി ശരിയാക്കി എടുക്കണം. പുതിന വളർത്തിയെടുക്കണം. മുന്നത്തെ വീഡിയോയിൽ നിറയെ പുതിന ഉണ്ടായത് കണ്ടിട്ടില്ലേ. ഇത് ഇവിടെ പറയും ഇതിന് പത്രച്ചട്ടാന്ന് പറയും, എന്താ പറയുക, കല്ലുതുക്കി എന്ന് പറയുന്നത് ആണെന്ന് എനിക്കറിയില്ല. ഇവിടെ പത്രച്ചട്ടാന്ന് പറയും. ഇത് കഴിച്ചാൽ മൂത്രത്തിക്കല്ലെല്ലാം പോകുന്ന പറയുക. പിന്നെ എവിടെയെങ്കിലും വേദനയും നീരും ഉണ്ടെങ്കിൽ ഇത് കടുകെണ്ണ ഈ ഇലയിൽ പുരട്ടിയിട്ട് ചൂടാക്കുക, അടുപ്പിലോ ഗ്യാസിലോ വെച്ചിട്ട് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇല വെച്ച് കഴിഞ്ഞാൽ നീരും വേദനയൊക്കെ അത് വലിച്ചെടുത്ത് മാറുന്നു. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അനുഭവമില്ലതാണ് കേട്ടോ. പിന്നെ ഇത് വെറുതെ എങ്കിലും ചെടി പൊട്ടിയതിൻ്റെ കഷ്ണയിൽ വെച്ചത്, ഇതിൽ വേറെ എന്തെങ്കിലും നടണം. ഇനി ഇതെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്യണം. എനിക്ക് ചെടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഞാനിനിയില്ലേ, ഇപ്പം മോൻ്റെ 12ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഠിത്തത്തിൻ്റെ പുറകെ എനിക്ക് കിടക്കണ്ടല്ലോ. അപ്പോൾ ഞാനിനി എല്ലാം ഒന്ന് മാറ്റി നല്ല പൂക്കളെല്ലാം വിരിയുന്ന നഴ്സറിയിൽ പോയിട്ട് ചെടികൾ വാങ്ങി ഇതാക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് മണ്ണെല്ലാം ഏതല്ലോ ലോകത്തുനിന്ന് കടത്തിക്കൊണ്ടെന്ന് പിന്നെ വീട്ടിൽ പരിപ്പ് കഴുകുന്ന വെള്ളവും ബദാം കുതിർത്ത വെള്ളം, കഞ്ഞിവെള്ളം, ഇന്ന സാധനങ്ങളെന്നില്ല എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഫേവറേറ്റ് എപ്പോൾ മണി പ്ലാന്റ് വീട്ടിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്.
ഡൈനിങ് ടേബിളിൽ ഒരു ചെറിയ ബൗളിൽ വെള്ളം വെച്ച് അതിൽ 2-3 തണ്ട് മണി പ്ലാന്റ് ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല പോലെ വളർന്ന് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ആർക്കും ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.